ശാലോമിൽ കൂടി അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവിന്റെ വചനം നമ്മുടെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ബൈബിൾ പഠിച്ചുകൊണ്ടുള്ള നമ്മുടെ ജൈത്രയാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നു. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. താമരശ്ശേരി രൂപതയിലെ ഒരു കൂട്ടം അമ്മമാരാണ് നമ്മുടെ എപ്പിസോഡുകളിൽ പങ്കെടുക്കുന്നത്. ഇന്നിവിടെ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ടീം മിഖായേൽ. എൻ്റെ പേര് സോനു ജോമോൻ, തേക്കുംകുറ്റി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ടെസി തുരുത്തിമറ്റം, തേക്കുംകുറ്റി ഇടവകയിൽ നിന്ന് വരുന്നു. ഇവരെ സഹായിക്കാനായി ഇവരുടെ കൂടെ ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ പേര് ആനി തോമസ്. എൻ്റെ പേര് ബീന ഫ്രാൻസിസ്. എൻ്റെ പേര് ഷൈബി ജോജി. ഞാൻ ഷൈനി ജോസ്. എൻ്റെ പേര് അന്നമ്മ പ്രിൻസ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം റാഫേൽ. എൻ്റെ പേര് ലിൻസി ജെയിംസ്, മാങ്കാവ് ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് അനു തോമസ്, മാങ്കാവ് ഇടവകയിൽ നിന്നും വരുന്നു. ഇവരെ സഹായിക്കുന്ന ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. എൻ്റെ പേര് ലീന ജോസഫ്. എൻ്റെ പേര് സിന്ധു ജേക്കബ്. എൻ്റെ പേര് ഡീന ബെന്നി. എൻ്റെ പേര് ജോയസ് ജോണി. എൻ്റെ പേര് അജി ഷെറിൽ. ഇനി നമ്മുടെ മൂന്നാമത്തെ ടീമിനെ പരിചയപ്പെടാം. ടീം ഗബ്രിയേൽ. എൻ്റെ പേര് മെറ്റിൽഡ സെബാസ്റ്റ്യൻ, മരിയാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് ബബിത ജിജി, മരിയാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഇവരുടെ സപ്പോർട്ടിംഗ് ടീം. എൻ്റെ പേര് മോളി തോമസ്. എൻ്റെ പേര് റോസമ്മ ജോസ്. എൻ്റെ പേര് മിനി ജോമോൻ. എൻ്റെ പേര് റീന സിബി. പേര് തങ്കമ്മ സേവിയർ. താമരശ്ശേരി രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനുമായി ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് എല്ലാ മത്സരാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ക്വിസ് മാസ്റ്റർ നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ അജിയച്ചൻ. ഏറ്റവും സന്തോഷത്തോടെ അജിയച്ചനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ആവേശം നിറഞ്ഞ പുതിയൊരു എപ്പിസോഡ്. പുതിയ പ്രതീക്ഷയുമായി വചനത്തിൻ്റെ വിദഗ്ധരായി മാതാക്കൾ ഇതാ വീണ്ടും വന്നു ചേർന്നിരിക്കുന്നു. അവർ ഏതൊക്കെ ഇടവകളിൽ നിന്നാണ് എന്ന് നമുക്കൊരിക്കൽ കൂടി പരിചയപ്പെടാം. ടീം മിഖായേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ് വരുന്നത്? ഫാത്തിമ മാതാ ചർച്ച്, തേക്കുംകുറ്റി. തേക്കുംകുറ്റി ഇടവകയിൽ നിന്നാണ് വരുന്നത്. എത്ര ദിവസമായി ഈ മത്സരത്തിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? ഞങ്ങളെ പേര് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ ഒരുങ്ങാൻ തുടങ്ങിയതാണ്. വചനം പഠിച്ചപ്പോൾ കൂടുതൽ ആവേശമാണോ മടുപ്പാണോ തോന്നിയത്? മടുപ്പില്ല, ആവേശമാണ്. ആവേശമാണ്. അതെ. ടീം അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ചിരുന്നു. വിജയിച്ച് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ തന്നെയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ. യെസ്, ടീം മിഖായേൽ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാനാണ് വന്നിരിക്കുന്നത്. വിജയാശംസകൾ. ടീം റാഫേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? മാങ്കാവ് ഇടവക. മാങ്കാവ് ഇടവക. രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിക്കണം, അതാണ് ആഗ്രഹം. ആഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങിയത്? ഞങ്ങൾ ഒരു മാസത്തോളമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലും അധരങ്ങളിലും ഒക്കെ വചനം വരുന്നു. ഉണ്ട്. യെസ്. എന്ത് അനുഭവമാണ് വചനം പഠിച്ചപ്പോൾ തോന്നിയത്? വചനം പഠിക്കുമ്പോൾ കൂടുതൽ ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഓരോ വചനവും ഹൃദയത്തിൽ ഇരുതല വാള് പോലെ പ്രവർത്തിക്കുന്നു. അതെ. യെസ്.
ടീം റാഫേൽ മാങ്കാവ് ഇടവകയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിജയിക്കാൻ തന്നെയാണ് അവരും വന്നിരിക്കുന്നത്. വിജയാശംസകൾ, സ്വാഗതം. ടീം ഗബ്രിയേൽ ഫാത്തിമ മാതാ ഫൊറോന ചർച്ച് മരിയാപുരം ഇടവകയിൽ നിന്ന്. മരിയാപുരം ഇടവകയിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. അതെ. ദാ 2 ടീമുകളും വിജയം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 3-ൽ 2 ടീമുകൾക്ക് മാത്രം. നിങ്ങൾക്കും വേണ്ടേ വിജയം? വേണം. വേണം. യെസ്, വിജയിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അതെ. എങ്ങനെയാണ് ഒരുങ്ങിയത് നിങ്ങൾ? ഞങ്ങൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടിയിരുന്ന് പഠിച്ചു. 1 മാസത്തിലേറെ മുമ്പ് തന്നെ പഠിക്കാൻ തുടങ്ങി. തിരിച്ചു പോകാൻ വേണ്ടിയല്ല, അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. അതെ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. Thank you, Father. ആശംസകൾ മാത്രം, വിജയാശംസകൾ. താങ്ക് യു ഫാദർ. 3 ടീമുകൾ, 3 ഇടവകയിൽ നിന്നുള്ള മാതാക്കൾ. മൂവർക്കും വേണ്ടത് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനമാണ്. 1-ാം റൗണ്ട് കൊണ്ട് അവസാനിക്കുന്നതല്ല അവരുടെ പ്രയാണം. എങ്കിലും 3 ടീമുകൾക്കുള്ള അവസരമില്ല. 2 ടീമുകൾ മാത്രമേ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. വിജയിച്ചാലും പരാജയപ്പെട്ടാലും വചനം വിതയ്ക്കുന്നു, വചനം പഠിക്കുന്നു, വചനം സംശീകരിക്കുന്നു. ഇതൊക്കെ അവർക്ക് കിട്ടുന്ന പ്രതിഫലമായി തീരും. നമുക്ക് മത്സരത്തിലേക്ക് പ്രവേശിക്കാം. 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിലുള്ളത്. ഓരോ റൗണ്ടും വ്യത്യസ്തമാണ്. 1-ാം റൗണ്ട് വചനം തിരുവചനം റൗണ്ട്. 1-ാം റൗണ്ടിലെ ചോദ്യത്തിന് 30 മാർക്ക്. ഉത്തരം പറയാനുള്ള സമയം 30 സെക്കൻഡുകൾ. നിങ്ങൾ ഉത്തരം പറഞ്ഞ് ശരി ഉത്തരത്തിന് 30 മാർക്ക്. ഉത്തരം തെറ്റിപ്പോയാൽ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൊണ്ടുവന്നിരിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം, നിങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ടീം ശരി ഉത്തരം പറഞ്ഞാൽ 30-ന് പകരം 20 മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അവരും പരാജയപ്പെട്ടാൽ ചോദ്യം തൊട്ടടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടുകയും ആ ടീമിന് 10 മാർക്കുകൾ ലഭിക്കുകയും ചെയ്യും. ഈ റൗണ്ടിൽ മൈനസ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. ടീം മിഖായൽ, ചോദ്യം ഇതാണ്. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, സ്നാപക യോഹന്നാൻ പറഞ്ഞു. എന്താണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ശരിയായ ഉത്തരം. ടീം മിഖായൽ 30 മാർക്കുകൾ കരസ്ഥമാക്കും. ആദ്യത്തെ റൗണ്ടിൽ ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ മാർക്കുകൾ. ടീം മിഖായലിന്റെ സ്കോർ ഷീറ്റിൽ 30 മാർക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ടീം റാഫേൽ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. യഹൂദർ യേശുവിനോട് ചോദിച്ചു, യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? എന്തായിരുന്നു യേശുവിൻ്റെ മറുപടി? നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. ശരിയായ ഉത്തരവുമായി ടീം റാഫേൽ 30 പോയിന്റുകൾ ടീം റാഫേലും കരസ്ഥമാക്കിയിരിക്കുന്നു. അടുത്തത് ടീം ഗബ്രിയേലിനോട് ഉള്ള ചോദ്യമാണ്. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, വന്ന് ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. അവർ പരസ്പരം പറഞ്ഞു, ഇവന് മറ്റാരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിരിക്കുമോ? യേശു അവരോട് പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? എന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കുകയും അവൻ്റെ ഇഷ്ടം നിർവഹിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം. അതെ, അത് തന്നെയാണ് ശരിയായ ഉത്തരം. ടീം ഗബ്രിയേലും 30 മാർക്കുകൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. 3 ടീമുകൾക്കും വേണ്ടത് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനമാണ്. ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. വചനം തിരുവചനം റൗണ്ടിൽ 3 ടീമുകളും മുഴുവൻ മാർക്കുകളും കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള സ്കോർ പ്രഖ്യാപിക്കുന്നതിന് ജോസ്മിയെ ക്ഷണിക്കുന്നു. ജോസ്മി, ആദ്യത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ 3 ടീമുകളും മുഴുവൻ മാർക്കുകളും നേടിയിരിക്കുന്നു. 30 പോയിന്റുകൾ വീതമാണ് ഓരോ ടീമിനും ലഭിച്ചിരിക്കുന്നത്.
പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ രണ്ടാമത്തെ റൗണ്ട്, വിഷ്വൽ റൗണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചന ഭാഗത്തിലെ ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു സൂചന ചിത്രരൂപത്തിൽ സ്ക്രീനിൽ നിങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കുക. ഏത് തിരുവചന ഭാഗവുമായി അത് ചേർന്ന് നിൽക്കുന്നു, എവിടെ ചെന്ന് നിങ്ങളുടെ മനസ്സ് തങ്ങി നിൽക്കുന്നു, അതായിരിക്കും ശരിയായ ഉത്തരം. ആ ശരിയായ ഉത്തരം നിങ്ങൾ പറയുക. ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യം നിബന്ധനകൾ കേൾക്കുക, അതിനുശേഷം മാത്രം സ്ക്രീനിലേക്ക് നോക്കാൻ പറയുമ്പോൾ മാത്രം സ്ക്രീനിലേക്ക് നോക്കുക. 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രം അല്ലെങ്കിൽ വിഷ്വൽ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്, ഞാൻ 2 ചോദ്യങ്ങൾ ഓരോ ടീമിനോടും ചോദിക്കും. ഓരോ ചോദ്യത്തിനും 10 മാർക്ക് വീതം. ഈ റൗണ്ടിലും 30 മാർക്കുകൾ നിങ്ങൾക്ക് സമ്പാദിക്കാം. പക്ഷേ ഒരപകടം ഒളിഞ്ഞിരിക്കുന്നു. വിഷ്വൽ റൗണ്ടിൽ തെറ്റായ ഉത്തരത്തിന് 5 മാർക്ക് വീതം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം ഉത്തരങ്ങൾ പറയുക. എന്നാൽ നിങ്ങൾ മൈനസ് പോയിന്റുകൾ നേടിയാലും സമയോചിതമായി നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീം ഇടപെട്ടാൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരി ഉത്തരം പറഞ്ഞാൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന മൈനസ് പോയിന്റുകൾ ഡിലീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ശരിയായ സപ്പോർട്ടേഴ്സായി മാറാൻ വിഷ്വൽ റൗണ്ട് ഓരോ സപ്പോർട്ടിംഗ് ടീമിനും ഒരു സുവർണാവസരം ഒരുക്കുന്നു. സപ്പോർട്ടിംഗ് ടീമും പരാജയപ്പെട്ടാൽ, ഉത്തരം പറയുന്നതിൽ പരാജയപ്പെട്ടാൽ, അടുത്ത ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യപ്പെടുകയും ശരി ഉത്തരത്തിന് 5 മാർക്കുകൾ നൽകുകയും ചെയ്യുന്നതാണ്. ചോദ്യത്തിലേക്ക്. ടീം റാഫേൽ, ഗെറ്റ് ഇറ്റ്. വിഷ്വലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. സൂചനകൾ ആവശ്യമുണ്ട്. വിശുദ്ധ ഗ്രന്ഥ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗമല്ല എന്നുള്ളത് ആദ്യം ഒരു സൂചനയാണ്. കുറച്ചും കൂടി വ്യക്തമായ സൂചന പറഞ്ഞാൽ, അതിൽ നിൽക്കുന്ന വ്യക്തി, പ്രധാനപ്പെട്ട വ്യക്തി പൗലോസ് ലീഹായാണ്. കപ്പല് അവിടെ കാണുന്നു. ചിലര് യാത്ര അയക്കുന്ന പോലെ അവിടെ നിൽക്കുന്നു. ഇതിൽ കൂടുതൽ ഒരു സൂചനയും തരികയില്ല. ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. യെസ്, നിങ്ങൾ സമയം ആരംഭിച്ചിരിക്കുന്നു. പൗലോസ്ലിഹ ജെറൂസലേമിലേക്ക് പോകാൻ യാത്ര അയക്കുന്നു. എവിടെ നിന്ന്? എഫെസോസിൽ നിന്ന്. ഏത് അധ്യായത്തിൽ? ഏത് പുസ്തകം, ഏത് അധ്യായം? അതും കൂടെ പറയുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം. നിങ്ങളുടെ സമയം പെട്ടെന്നാവുന്നു, പറയൂ. 20. യെസ്, സമയത്തിനുള്ളിൽ നിങ്ങൾ മുഴുവൻ ഉത്തരങ്ങളും പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ലീഹ എഫെസോസ് വിടുന്നു. അപ്പോൾ അവര് ദുഃഖത്തോടുകൂടി അവനെ യാത്രയാക്കുകയാണ്. ഇനി എൻ്റെ മുഖം നിങ്ങൾ ദർശിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞതിനാൽ അവർ ദുഃഖിക്കുന്നു. ഓക്കെ, 20-ാം അധ്യായത്തിലെ സംഭവമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ടീം റാഫേലിന് 10 മാർക്കുകൾ ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിനോട് തന്നെ. ഇനിമേൽ എൻ്റെ മുഖം നിങ്ങൾ ദർശിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. ശ്രേഷ്ഠന്മാരെ വിളിച്ച് അവൻ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞു. അവരെല്ലാം ദുഃഖിതരായി. എങ്ങനെയാണ് അവർ അവനെ യാത്രയാക്കിയത്? ഈ കാര്യമോർത്ത് ദുഃഖിച്ചു. ഈ കാര്യമോർത്ത് ദുഃഖിച്ചാണ് അവർ അവനെ യാത്രയാക്കിയത്. അപ്പോൾ അവർ എന്ത് ചെയ്താണ് യാത്രയാക്കിയത്? സമയം കഴിഞ്ഞിരിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമിലേക്ക് വരുന്നു. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിന് ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. കരഞ്ഞുകൊണ്ട്. കരഞ്ഞുക മാത്രമേ ചെയ്തുള്ളൂ. പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട്. യെസ്, പിന്നെ ഒരു കാര്യം കൂടി ചെയ്തു. ചുംബിച്ചു. യെസ്, അങ്ങനെയാണ്. അവർ കരഞ്ഞു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, ഗാഢമായി ചുംബിച്ചു. അങ്ങനെയാണ് യാത്രയാക്കിയത്. ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീം
യഥാർത്ഥ സമര്യത്തിനായിട്ട് കടന്നു വന്ന് നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ള -പോയിന്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത ചോദ്യം. എൻ്റെ വേർപാടിന് ശേഷം അവിടുത്തെ സഭയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? പാസ്? യെസ്. നിങ്ങളുടെ സപ്പോർട്ടിംഗ് ടീമിന് ശരി ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. നിങ്ങൾ പാസ്സാവും. ഭിന്നിപ്പുണ്ടാകും. പറഞ്ഞോളൂ. സഭ ഭിന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകും. എങ്ങനെയുണ്ടാവും? എങ്ങനെയെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. സമയം കഴിഞ്ഞില്ല. യെസ്. ചോദ്യം ഗബ്രിയേൽ, ടീം ഗബ്രിയേലിലേക്ക് പാസ് ചെയ്യപ്പെടും. വ്യാജോപദേഷ്ടാക്കൾ വന്ന് ഭിന്നിപ്പുണ്ടാക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയും. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ പറയുമ്പോഴാണ് ഉത്തരം. സമയം കഴിഞ്ഞിരിക്കുന്നു. യെസ്. ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും, അവരെ വെറുതെ വിടുകയില്ല. ആരെ വെറുതെ വിടുകയില്ല? അജഗണങ്ങളെ. യെസ്. ശരിയായ ഉത്തരം ഇതാണ്. ശരിയായ ഉത്തരം. എന്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും, അവർ അജഗണത്തെ വെറുതെ വിടുകയില്ല. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ തന്നെ ഉത്തരം പറയേണ്ടതുണ്ട്. ടീം മിഖായേൽ 5 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു, 5 വിലയേറിയ പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. ടീം റാഫേലിന് 5 പോയിന്റുകളും ലഭിക്കുന്നു. ടീം റാഫേൽ വിഷ്വൽ റൗണ്ടിൽ ഒരു ശരിയായ ഉത്തരം നൽകിയിട്ടുണ്ട്, 10 മാർക്കുകൾ. 2 ഉത്തരം നിങ്ങൾ തെറ്റിപ്പോയി. പക്ഷേ ഒരു ഉത്തരം നിങ്ങൾ സപ്പോർട്ടിംഗ് ടീം ശരിയായി പറഞ്ഞതുകൊണ്ട് അതിൻ്റെ -പോയിന്റ് നിങ്ങൾക്ക് ഒഴിവാകുന്നു. നിങ്ങളിപ്പോൾ ആകെ 5 മാർക്കുകൾ, 5 പോയിന്റുകൾ രണ്ടാമത്തെ റൗണ്ടിൽ നിന്ന് കരസ്ഥമാക്കും. വിഷ്വൽ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. ശ്രദ്ധിക്കുക. എന്തെങ്കിലും സൂചനകൾ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കുക. ശരി, ഉത്തരം പറയാനുണ്ട് എങ്കിൽ അവിടെ സമയം ആരംഭിക്കുന്നു. യെസ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിലെ ആദ്യ സംഭവം എന്ന് പറഞ്ഞാൽ മതി. യോഹന്നാൻ 2 ശിഷ്യന്മാരുടെ കൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് അവരോട് പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അതെ, ചുരുക്കി പറഞ്ഞാൽ എന്താണത്? യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. സംഭവം കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ടീം ഗബ്രിയേൽ ആദ്യത്തെ 10 പോയിന്റുകൾ കരസ്ഥമാക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, നിന്നെക്കുറിച്ച് നീ എന്തു പറയുന്നു എന്ന ചോദ്യത്തിന് സ്നാപക യോഹന്നാന്റെ മറുപടി എന്തായിരുന്നു? ഞാൻ ക്രിസ്തു അല്ല എന്ന് അസന്നിഗ്ധമായി അവൻ പറഞ്ഞു. താൻ ആരാണ് എന്ന ചോദ്യത്തിന് നിന്നെപ്പറ്റി നീ എന്തു പറയുന്നു, തന്നെപ്പറ്റി തന്നെ സ്നാപക യോഹന്നാന്റെ മറുപടി എന്തായിരുന്നു? കണ്ടിന്യൂ ചെയ്യുക. കർത്താവിന്റെ വഴിയൊരുക്കുവാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ എന്ന് സ്നാപക യോഹന്നാൻ, യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ സ്നാപക യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. എന്ത് ചെയ്യുന്നവൻ? കർത്താവിന് വഴിയൊരുക്കുവാൻ. ശരിയായ ഉത്തരം. നിങ്ങൾ ഉത്തരം മുഴുവൻ പൂർത്തിയായിരിക്കുന്നു. 10 മാർക്കുകൾ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. അഭിനന്ദനങ്ങൾ. നീ ആരാണെന്ന് ചോദിക്കാൻ ആരെയൊക്കെയാണ് ഫരിസേയർ സ്നാപകന്റെ അടുത്തേക്ക് അയച്ചത്? മൂന്നാമത്തെ ചോദ്യം, പുരോഹിതന്മാരെയും ലേവ്യരെയും. ടീം ഗബ്രിയേൽ ശരിയായ ഉത്തരമാണ് നൽകിയിരിക്കുന്നത്. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് 30 പോയിന്റുകൾ വിഷ്വൽ റൗണ്ടിൽ നിങ്ങൾ കരസ്ഥമാക്കുന്നു. അഭിനന്ദനങ്ങൾ. മൂന്നാമത്തെ ചോദ്യം, വിഷ്വൽ റൗണ്ടിലെ മൂന്നാമത്തെ ചോദ്യം ടീം മിഖായേലിനോട്. ടീം മിഖായേൽ, വിഷ്വൽ ശ്രദ്ധിക്കുക. യെസ്, സൂചനകൾ ആവശ്യമുണ്ട്. ശ്രദ്ധിക്കുക. അങ്ങോട്ട് ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ചിത്രം ഒരിക്കൽ കൂടി.
സൂചനകൾ നൽകാം. ഇരിക്കുന്നത് യേശുവാണ്. യേശുവിനെ കാണാൻ ഒരാൾ ചെല്ലുന്നു. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ആകാശത്ത് ഒരു ചന്ദ്രനെയും കാണാനായിട്ട് സാധിക്കും. ഇതിൽ കൂടുതൽ സൂചനകൾ നിങ്ങൾക്ക് തരാൻ സാധിക്കുകയില്ല. വിഷ്വൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. യെസ്, നിക്കോദേമോസ് ഈശോയെ സന്ദർശിക്കുന്നു. നിക്കോദേമോസ് യേശുവിനെ സന്ദർശിക്കുന്നു. ഒരു രാത്രി. ഉത്തരം ശരിയാണ്. ശരിയാവണമെങ്കിൽ അധ്യായം കൂടി പറയേണ്ടത്. 3-ാം അധ്യായം. 3-ാം അധ്യായം. യെസ്, 3-ാം അധ്യായത്തില് നിക്കോദേമോസ് ഒരു രാത്രി യേശുവിനെ കാണാൻ ചെല്ലുന്നതാണ്. ഉത്തരം ശരിയാണ്. 10 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിക്കോദേമോസ് രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് കണ്ടപ്പോൾ പറഞ്ഞതെന്ന്? റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലാത്ത ഒരുവനും നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അത്ഭുതം എന്നുള്ള വാക്കാണ്. മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, മറ്റൊരു വാക്കാണ്. യോഹന്നാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഏത്? അടയാളങ്ങൾ. അടയാളങ്ങൾ. ശരിയായ ഉത്തരം. വീണ്ടും 10 മാർക്ക്. 3-ാമത്തെ ചോദ്യം. യേശു പഠിപ്പിക്കുകയാണ് എന്താണ് ശിക്ഷാവിധി എന്ന്. യേശു പറയുന്നു, ഇതാണ് ശിക്ഷാവിധി. ഏത്? പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും നിങ്ങൾ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. യെസ്, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഇതാണ് ശിക്ഷാവിധി. 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ടീം മിഖായേൽ ഈ റൗണ്ടിലെ മുഴുവൻ മാർക്കുകളും കരസ്ഥമാക്കും. വിഷ്വൽ റൗണ്ടിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നു. സ്കോർ എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. ജോസ്. ടീം മിഖായേൽ 65 പോയിന്റ്സ്. ടീം റാഫേൽ 35 പോയിന്റ്സ്. ടീം ഗബ്രിയേൽ 60 പോയിന്റ്സ്. 65, 35, 60. 3 ടീമുകളും വലിയ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ഇതിന് മുന്നോട്ടുള്ള റൗണ്ടുകളിൽ ഏത് ടീമിനും മുന്നോട്ട് കയറാനും താഴേക്കിറങ്ങാനുമുള്ള അവസരങ്ങൾ നിരവധിയാണ്. ടീം ഗബ്രിയേലിനോടാണ് അടുത്ത ചോദ്യം. ഇത് റാപ്പിഡ് റൗണ്ടാണ്. 3-ാം റൗണ്ട് റാപ്പിഡ് റൗണ്ട്. വേഗത്തിൽ ചിന്തിക്കുവാനും വേഗത്തിൽ ഉത്തരം പറയുവാനും വേഗത്തിൽ മാർക്ക് മേടിക്കുവാനും സാധിക്കുന്ന റൗണ്ട്. 1 മിനിറ്റ് സമയം, 5 ചോദ്യങ്ങൾ. ഓരോ ചോദ്യത്തിനും നിങ്ങൾക്ക് 12 സെക്കൻഡുകൾ കിട്ടുന്നതാണ്. ഓരോ ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാൽ 6 മാർക്കുകൾ. മൊത്തം 30 മാർക്കുകൾ സമ്പാദിക്കാം. 30 മാർക്ക് മേടിക്കുന്ന ടീമിന് ക്വിസ് മാസ്റ്ററുടെ പ്രത്യേകമായിട്ടുള്ള അവാർഡ്, 10 ബോണസ് പോയിന്റുകൾ. അങ്ങനെ ആകെ 40 മാർക്കുകൾ സമ്പാദിച്ചുകൊണ്ട് അടുത്ത റൗണ്ടിലേക്കുള്ള പ്രയാണം സുഗമമാക്കുവാൻ റാപ്പിഡ് റൗണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. റാപ്പിഡ് റൗണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോട്. റെഡി? യെസ്. ശ്രദ്ധിക്കുക. നിങ്ങൾ ശരിയോ തെറ്റോ ഉത്തരം പറഞ്ഞാൽ ഞാൻ തൊട്ടടുത്ത ചോദ്യം ചോദിക്കും. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും ആലോചിക്കാൻ അവസരമുണ്ട്. 1 മിനിറ്റ് വരെ നിങ്ങൾക്ക് ആലോചിക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടപെടുകയില്ല. നിങ്ങൾ പാസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുകയുള്ളൂ. നിങ്ങളുടെ സമയം ആരംഭിക്കും. ഒരു ഇന്ത്യൻ സന്യാസിനിക്ക് US സർവകലാശാലയുടെ ഹോണററി ഡോക്ടറേറ്റ് കിട്ടി. സന്യാസിനിയുടെ പേര്? സിസ്റ്റർ തെരേസ കോട്ടൂരാൻ. ശരിയായ ഉത്തരം ജോസ് ഗബ്രിയേൽ ഡെൽ റൊസാരിയോ ബ്രൊച്ചേരോ. കൗബോയ് വിശുദ്ധൻ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരൻ? അർജന്റീനയിലെ വിശുദ്ധൻ. ശരിയായ ഉത്തരമാണ്. ജപമാലയിൽ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്ത മാർപ്പാപ്പ? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. ശരിയായ ഉത്തരം ചാക്രിക ലേഖനങ്ങളുടെ ഔദ്യോഗിക ഭാഷ? ലത്തീൻ. ശരിയായ ഉത്തരം അവർ ഒന്നാകാൻ വേണ്ടി ആരുടെ ചാക്രിക ലേഖനമാണ്? ജോൺ പോൾ രണ്ടാമൻ. ജോൺ പോൾ രണ്ടാമൻ. ഉത്തരം ശരിയാണ്. 5 ചോദ്യങ്ങൾക്കും റാപ്പിഡായി ടീം ഗബ്രിയേൽ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ തന്നെയാണ് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഏവരോടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്
ടീം ഗബ്രിയേൽ. ടീം ഗബ്രിയേൽ 5 ചോദ്യങ്ങളും ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. 30 മാർക്ക് ലഭിക്കുന്നു. ക്യൂസ് മാസ്റ്ററുടെ ബോണസ് 10 മാർക്സ്. അങ്ങനെ ആകെ നിങ്ങൾക്ക് 40 മാർക്കുകൾ. ടീം ഗബ്രിയേലിന് അഭിനന്ദനങ്ങൾ. ടീം മിഖായേൽ, വിട്ടുകൊടുക്കാൻ ആർക്കും ഒരുക്കമില്ല. നിങ്ങൾക്കുള്ള അവസരമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. റോസറി ഓൺ ബോർഡർ ഏത് രാജ്യത്താണ് സംഘടിപ്പിക്കപ്പെട്ടത്? പാസ്. പാസ്. മൊസൂളിന് പുതിയൊരു ബിഷപ്പ്. സന്തോഷകരമായ വാർത്ത. മൊസൂൾ ഏത് രാജ്യത്താണ്? ഇറാഖ്. ശരിയായ ഉത്തരം. പുനരൈക്യത്തിന്റെ പാപ്പ എന്നറിയപ്പെടുന്നത് ആര്? ജോൺ 23-ാമൻ. ശരിയായ ഉത്തരം. ആദ്യമായി വിദേശ സന്ദർശനം നടത്തിയ പാപ്പ ആര്? പോളാറാമൻ. ശരിയായ ഉത്തരം. പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള തിരുസംഘം രൂപീകരിച്ച സ്ഥാപിച്ച മാർപ്പാപ്പ? ഗ്രിഗറി 15-ാമൻ. ശരിയായ ഉത്തരം. 4 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയിരിക്കുന്നു. 24 മാർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ വിലയേറിയ ബോണസ് പോയിന്റ് കിട്ടേണ്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞില്ല. റോസറി ഓൺ ബോർഡർ രാജ്യത്തിന്റെ അതിർത്തിയിൽ മുഴുവൻ നിരന്നു നിന്ന് ജപമാല അർപ്പിച്ച ഒരു രാജ്യം. പോളണ്ട്. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ജന്മദേശം പോളണ്ടാണ് ആ രാജ്യം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് വിലയേറിയ 16 മാർക്കുകളാണ്. 6 മാർക്കല്ല. സാരമില്ല, 24 മാർക്ക് ഒട്ടും മോശം മാർക്കല്ല. നന്നായി പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടിയത്. അഭിനന്ദനങ്ങൾ ടീം മിഖായേൽ. റാപ്പിഡ് റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ടീം റാഫേലിനോട്. റെഡിയാണ്? യെസ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ഇതാ. റാപ്പിഡ് റൗണ്ടിലൂടെ ചോദ്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. UAE-യിലെ ഒരു പുരാതന ക്രൈസ്തവ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കേന്ദ്രത്തിന്റെ പേര്? വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ? നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദ്യത്തെ പേര് എന്ത്? ജോർജ് മാരിയോ ബെർഗോളിയോ. ശരിയായ ഉത്തരം. റേരും നൊവാരും ആരുടെ ചാക്രിക ലേഖനമാണ്? ലയോ 13-ാമൻ. ശരിയായ ഉത്തരം. കർദിനാളന്മാരുടെ യോഗത്തിന് പറയുന്ന പേര്? കൺസിസ്റ്ററി. ശരിയായ ഉത്തരം. നിങ്ങൾ 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകി 18 മാർക്കുകൾ സമ്പാദിച്ചിരിക്കുന്നു. നിങ്ങൾ തെറ്റിച്ച ഉത്തരങ്ങൾ UAE-യിലെ ഒരു പുരാതന ക്രൈസ്തവ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. നമ്മുടെ മാർപ്പാപ്പ UAE സന്ദർശിച്ചതിന് ഏതാനും നാളുകൾക്കുള്ളിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. സിർ ബാനി യാസ് കേന്ദ്രത്തിന്റെ പേര്. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് മാതാവിൻ്റെ വിമല ഹൃദയത്തിന്റെ തിരുനാൾ. ഇത് 3ഉം ചേർന്ന് നിൽക്കുന്ന തിരുനാളുകളാണ്. വിശുദ്ധ കുർബാനയെ യേശുവിൻ്റെ ഹൃദയം തന്നെയാണ്. യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഹൃദയമാണ് മാതാവിൻ്റെ ഹൃദയം. തിരുനാളുകൾ പോലും ഒരുപാട് ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ 18 മാർക്കുകൾ നേടുന്നു. ടീം റാഫേലിന് അഭിനന്ദനങ്ങൾ. റാപ്പിഡ് റൗണ്ട് റാപ്പിഡായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. 3 ടീമുകളും വലിയ വ്യത്യാസമില്ലാതെ മുന്നേറുകയാണ്. വള്ളപ്പാടിൻ്റെ അകലമൊന്നുമില്ല, തുഴകളുടെ തുഴപ്പാടിൻ്റെ അകലം മാത്രം. ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ സ്കോർ നിലവാരം നമുക്കറിയാം. ജോസ്മി. 3 റൗണ്ടുകൾ അവസാനിക്കുമ്പോൾ പോയിന്റ് നില ഇങ്ങനെയാണ്. ടീം മിഖായേൽ 89 പോയിന്റ്സ്, ടീം റാഫേൽ 53 പോയിന്റ്സ്, ടീം ഗബ്രിയേൽ 100 പോയിന്റ്സ്. 100, 50, 89, 53. വലിയ ദൂരങ്ങളിലുള്ള വ്യത്യാസങ്ങളല്ല, ഇനിയും മാറി മറിയാവുന്നത് മാത്രം. 2 റൗണ്ടുകൾ കൂടി അവശേഷിക്കുന്നു. 4ാമത്തെ റൗണ്ട് സപ്പോർട്ടേഴ്സ് റൗണ്ടാണ്. നിങ്ങളുടെ ടീം അംഗങ്ങളോട് നിങ്ങൾക്കുള്ള സ്നേഹവും പരിഗണനയും കൂറും വിധേയത്വവും എല്ലാം പ്രകടിപ്പിക്കാനുള്ള ഒരു സുവർണാവസരം. അവരുടെ സ്കോർ ഷീറ്റിൽ
30 മാർക്കുകൾ എഴുതി ചേർക്കുവാനുള്ള ഒരു സുവർണ അവസരം. 2 ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിനും 15 മാർക്ക് വീതം. ശരി ഉത്തരം നൽകി നിങ്ങളുടെ ടീമിനെ നിങ്ങൾ ബലപ്പെടുത്തുക. അടുത്ത റൗണ്ടിലേക്കുള്ള പ്രയാണത്തിന് അവരുടെ ചിറകുകൾക്ക് നിങ്ങൾ ശക്തി കൊടുക്കുക. ആദ്യത്തെ ചോദ്യം ടീം മിഖായലിനോടാണ്. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. നിങ്ങളുടെ ഇടവകയിൽ പൊതു സേവനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനം മാതൃസംഘം നടത്തുന്നുണ്ടോ? നടത്തുന്നുണ്ട്. എന്താണ്? പ്രേക്ഷകർക്ക് വേണ്ടി പറയാനുള്ളൊരു അവസരമാണിത്. ഏതാണ് നിങ്ങളുടെ ഇടവക? തേക്കുംകുറ്റി ഇടവക, അവിടുത്തെ മാതൃവേദി അല്ലെങ്കിൽ മാതാക്കൾ പൊതു രംഗത്ത് എന്ത് സേവനം ചെയ്യുന്നു? രോഗികളെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ദുരിതാശ്വാസ ജാതി മത ഭേദമന്യേ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം വെള്ളപ്പൊക്കം നടന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഞങ്ങൾ പാത്രങ്ങളും പൈസയൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ രോഗികളെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്, ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ശരി. ഒരുപാട് പ്രവർത്തനങ്ങളുമായി തേക്കൻകുറ്റിയിലെ മാതാക്കൾ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്നു. വചനം നിങ്ങൾ മാംസമായി അവിടെ അവതരിപ്പിക്കുന്നു. നല്ല കാര്യം. ചോദ്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, ഞാനൊരു വചനഭാഗം വായിക്കും. ആ വചനഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ പറയുക. അധ്യായം വേണ്ട, വാക്യം വേണ്ട, ഏത് പുസ്തകമാണ് എന്ന് മാത്രം പറഞ്ഞേച്ചാൽ മതി. ചോദ്യം 1, നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത്. അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. ഏത് പുസ്തകത്തിലാണ് ഈ വചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾക്ക് 30 സെക്കൻഡുകളുണ്ട്. കൂടിയാലോചിച്ച് ഉത്തരം പറയുക. ഇവിടെ നിൽക്കുന്ന ടീം അംഗങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. നിങ്ങളുടെ മുഖഭാവം ഒരിക്കലും അവർക്ക് ഉത്തരം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. എത്ര തിമോത്തിയോസ് എഴുതിയ ലേഖനങ്ങൾ 2 ഉണ്ട്. 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൽ. 1 തിമോത്തിയോസ് അധ്യായം പറയണമെന്നില്ല. ഉത്തരം ശരിയാണ്. ശരിയായ ഉത്തരമാണ്. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം 15 മാർക്കുകൾ ടീമിന് നേടിക്കൊടുത്തിരിക്കുന്നു. സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ടീം മിഖായലിന്. രണ്ടാമത്തെ ചോദ്യം, കത്തോലിക്ക വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കിയ മാർപ്പാപ്പ ആര്? സമയം ആരംഭിക്കുന്നു. ഇവിടെ മാത്രം നോക്കുക ടീം അംഗങ്ങൾ. ഇവിടെ നിൽക്കുന്ന ടീം അംഗങ്ങൾ എൻ്റെ മുഖത്ത് നോക്കുക. ഗ്രിഗറി 8-ാമൻ മാർപ്പാപ്പ. സമയം 16 സെക്കൻഡുകൾ കൂടി. നിങ്ങളുടെ ഉത്തരം പൂർത്തിയാകും. പെട്ടെന്ന് പറയൂ. അലക്സാണ്ടർ 3-ാമൻ. നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം മറ്റ് സപ്പോർട്ടിംഗ് ടീമിൽ ആർക്കെങ്കിലും പറയാവുന്നതാണ്. ഇന്നസെന്റ്. ശരിയായ ഉത്തരം ഗ്രിഗറി 8-ാമൻ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ക്വിസ് മാസ്റ്റർ ഒന്നും കൂടി ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഉത്തരം നിങ്ങൾ മാറ്റിക്കളഞ്ഞത്? നിങ്ങളുടെ ടീമിന് കൊടുക്കേണ്ട 15 പോയിന്റുകളല്ലേ നഷ്ടപ്പെടുത്തിയത്? ക്വിസ് മാസ്റ്റർ ഇങ്ങനെ പലതും ചോദിക്കും. എനിക്കും വിഷമമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പോയിന്റ് തരാനായിട്ട് പറ്റുകയില്ല. നിങ്ങൾ ഉത്തരം ആദ്യം പറയുന്ന ഉത്തരം നിങ്ങൾ മാറ്റി പറയരുത്. അത് നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതായിരുന്നു. 15 മാർക്കുകൾ നിങ്ങൾക്ക് നഷ്ടമാകുന്നു. ശ്രദ്ധിക്കുക. ക്വിസ് മാസ്റ്റർ വീണ്ടും ചോദ്യങ്ങൾ നിങ്ങൾ വെറുതെ പറഞ്ഞതാണോ, ഉത്തരം അറിയാമെന്നിട്ട് പറഞ്ഞതാണോ എന്നുള്ള അന്വേഷണം ക്വിസ് മാസ്റ്റർ നടത്തിക്കൊണ്ടിരിക്കും. അത് ക്വിസിന്റെ ഭാഗമാണ്. ക്വിസ് ഒരിക്കലും ഒരു പരീക്ഷ പോലെയല്ല, അത് ഒരു പരീക്ഷണം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ
ഉറപ്പുണ്ടെങ്കിൽ മാറ്റി പറയരുത്. ഉറപ്പില്ലെങ്കിലാണ് മാറ്റി പറയുന്നത്. ശരിയായ ഉത്തരം ഗ്രിഗറി എട്ടാമനാണ്. ടീം മിഖായേൽ 15 പോയിന്റുകൾ അവരുടെ സപ്പോർട്ടിംഗ് ടീമിന് നേടിക്കൊടുക്കുന്നു. 15 പോയിന്റുകൾ. അഭിനന്ദനം. ടീം റാഫേൽ സപ്പോർട്ടിംഗ് ടീം തയ്യാറാണ്? അതെ. നിങ്ങളുടെ ഇടവകയിൽ യുവജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങളുടെ ഇടവക ഏതാണ്? സെന്റ് ജോസഫ് ചർച്ച് മാങ്കാവ്. മാങ്കാവ് ഇടവകയിൽ ഇടവകയിലെ ആരാധനക്രമ സഹായത്തിന് മാതാക്കൾ എന്ത് പങ്കാളിത്തമാണ് കൊടുക്കുന്നത്? വിശുദ്ധ കുർബാന, മറ്റു കാര്യങ്ങൾക്കൊക്കെ. ബൈബിൾ വായന, ഞങ്ങൾ ഗാന ശുശ്രൂഷ ചെയ്യാറുണ്ട്. മതാധ്യാപകരായി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പള്ളിയിൽ ക്ലീനിങ് മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നു. ശരി, നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്തുവാനും കാരണമായിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? സമയം ആരംഭിക്കുന്നു. യൂദാസിന്റെ പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയിരിക്കുന്നു. യൂദാസിന്റെ പുസ്തകത്തിലല്ല. മറ്റ് ടീമംഗങ്ങൾക്ക് ശരിയായ ഉത്തരം അറിയാമെങ്കിൽ പറയാവുന്നതാണ്. യെസ്, 1 തിമോത്തിയോസ്. അത് ശരിയായ ഉത്തരമാണ്. നിങ്ങളുടെ ടീം ഗബ്രിയേലിന് പോയിന്റുകളൊന്നും ഇതിന്റെ പേരിൽ കിട്ടുകയില്ല. അഭിനന്ദനം മാത്രം. ഒരു കയ്യടി അവർക്ക് കൊടുക്കാവുന്ന. രണ്ടാമത്തെ ചോദ്യം ടീം റാഫേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. മിഷൻ മാർപ്പാപ്പ എന്ന് അറിയപ്പെടുന്നത് ആര്? 11-ാം പിയൂസ് മാർപ്പാപ്പ. 11-ാം പിയൂസ്. ഉറപ്പാണോ? ഇനിയും സമയമുണ്ട്. ഉറപ്പാണോ അല്ലയോ? മറുപടി കിട്ടിയില്ല എനിക്ക്. അതെ, ഉറപ്പാണ്, മാറ്റുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ലഭിക്കുന്നു 15 മാർക്ക്. ശരിയായ ഉത്തരമാണ്. അടുത്ത ചോദ്യം ടീം ഗബ്രിയേലിന്റെ സപ്പോർട്ടിംഗ് ടീമിനോടാണ്. ടീം ഗബ്രിയേൽ, നിങ്ങൾ ഏത് ഇടവകയിൽ നിന്നാണ്? പരിയാപുരം ഇടവകയിൽ. എന്താണ് ഇപ്പോൾ അവിടുത്തെ മാതൃസംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം? പള്ളിയുടെ ക്ലീനിങ് ആണ് മെയിൻ. ഇപ്പോൾ പള്ളിയുടെ ക്ലീനിങ് ആണ് പ്രധാനപ്പെട്ട ജോലി. മറ്റു ജോലികളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല? ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് പലഹാര യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പലഹാര യൂണിറ്റ് നിങ്ങൾക്കുണ്ട്. പൊടികൾ ഉണ്ടാക്കുമായിരുന്നു. എന്തൊക്കെ പലഹാരം ഉണ്ടാക്കും? ഉണ്ണിയപ്പം, അച്ചപ്പം, അവലോസ് പൊടി. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കും? പള്ളിയിൽ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, ജോലിക്കാർക്ക് ചെയ്യും. എന്നിട്ട് ഇതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്ത് ചെയ്യും? അത് നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ, പിന്നെ ആവശ്യക്കാർ വിഷമം അനുഭവിക്കുന്നവര്, മാതാക്കൾക്ക് ഒരു പിക്നിക്കിന് പോവാണെങ്കിൽ ഈ ഫണ്ട് എടുത്തുകൂടെ? അതിനും ഫണ്ട് എടുക്കുന്നുണ്ട്. യെസ്, ഓക്കെ. നിങ്ങളോടുള്ള ചോദ്യം. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്? ആലോചിച്ച് ഉത്തരം പറയുക. ശ്രദ്ധിച്ച് ഉത്തരം പറയുക. പറയുന്ന ഉത്തരം ഉറപ്പായി പറയുക. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം. വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നോ? ഉറച്ചു നിൽക്കും. ഉത്തരം ശരിയാണ്. വെളിപാട് പുസ്തകത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. ശരിയായ ഉത്തരം 15 പോയിന്റുകൾ ടീം ഗബ്രിയേലിന് നിങ്ങൾ സമ്പാദിച്ചു കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ കാലം തിരുസഭയെ ഭരിച്ചിട്ടുള്ള മാർപ്പാപ്പ ആര്? 9-ാം പിയൂസ് 32 വർഷം.
ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. അതെ അതെ. നിങ്ങൾ തന്നെ ഉറപ്പാണ്, ഞാൻ ഇനി മാറ്റുന്നില്ല. 9ാം പിയൂസ് ആണ് ശരിയായ ഉത്തരമാണ്. 32 വർഷങ്ങൾ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആ റെക്കോർഡ് ഭേദിക്കും എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു, പക്ഷെ സാധിച്ചു. 3 ചോദ്യങ്ങളും 3 ടീമിനോടുള്ള ചോദ്യങ്ങളും അവസാനിക്കുന്നു. സപ്പോർട്ടിംഗ് ടീമുകൾ എല്ലാം തന്നെ കാര്യമായ സംഭാവനകൾ നൽകുവാൻ സാധിച്ചു. 3 ടീമുകൾക്കും അഭിനന്ദനങ്ങൾ. പോയിന്റ് നിലവാരം എത്രയാണ് എന്ന് ശ്രദ്ധിക്കാം. ജോസ്മി. സപ്പോർട്ടിംഗ് ടീമിന്റെ സഹായത്തോടുകൂടി ഒരു റൗണ്ട് കൂടി പൂർത്തിയാകുമ്പോൾ പോയിന്റ് നില എങ്ങനെയാ നമുക്ക് നോക്കാം. ടീം മിഖായേൽ 104 പോയിന്റ്, ടീം റാഫേൽ 68 പോയിന്റ്സ് ആൻഡ് ടീം ഗബ്രിയേൽ 130 പോയിന്റ്സ്. ഫൈനൽ റൗണ്ട്, മെഗാ ബോണസ് റൗണ്ട്. പോയിന്റിൽ താഴെ നിൽക്കുന്നവർ മുകളിൽ കയറുന്ന റൗണ്ട്, മുകളിൽ നിൽക്കുന്നവർ താഴേക്ക് വരുന്ന റൗണ്ട്. വിജയിക്കാനും പരാജയപ്പെടുവാനുമുള്ള സാധ്യത തുല്യം. മെഗാ ബോണസ് റൗണ്ടിന്റെ പ്രത്യേകത 3 ചോദ്യങ്ങൾ. 1ാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്, 2ാമത്തെ ചോദ്യത്തിന് 15 മാർക്ക്, 3ാമത്തെ ചോദ്യത്തിന് 25 മാർക്കുകൾ. അങ്ങനെ ആകെ 50 മാർക്കുകൾ നേടിക്കൊണ്ട് നിങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കാം. മെഗാ ബോണസ് റൗണ്ടിൽ മെഗാ മൈനസും ഒളിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയാൽ തത്തുല്യമായ മാർക്ക് കുറയുന്നതാണ്. 25 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിയാൽ 25 മാർക്കും, 15ൻ്റേതിന് 15 മാർക്കും, 10ൻ്റേതിന് 10 മാർക്കും കുറയും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയും. സപ്പോർട്ടിംഗ് ടീം പ്രാർത്ഥനയിലൂടെ മാത്രമേ നിങ്ങളെ സഹായിക്കുകയുള്ളൂ. അവരവിടെ നിശബ്ദരായിരിക്കും. ഈ സമയത്ത് അവർക്കാർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റുകയില്ല. ഒരു ആനുകൂല്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൗണ്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്യാവുന്നതാണ്. ധൈര്യമില്ലെങ്കിൽ, ഉറപ്പില്ലെങ്കിൽ. പക്ഷെ അത് ചോദിക്കും. ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് മുൻകൂട്ടി പറയും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ക്വിറ്റ് ചെയ്യണോ മുന്നോട്ട് പോകണമോ എന്ന്. ആദ്യത്തെ ചോദ്യം ടീം റാഫേലിനോടാണ്. പോർഷൻ നിങ്ങളോട് ചോദിക്കുന്നത് സുവിശേഷങ്ങളിൽ നിന്നുമാണ്. സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള പാഠ്യഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ റൗണ്ടിൽ പ്രൊസീഡ് ചെയ്യുന്നു, ക്വിറ്റ് ചെയ്യുന്നു? പ്രൊസീഡ് ചെയ്യുന്നു. കാരണം പോയിന്റിൽ താഴെയാണ്. മുകളിൽ കയറണമെങ്കിൽ പോയിന്റുകൾ വേണം. എന്നാൽ ചോദ്യം ചോദിക്കുകയാണ്. 1ാമത്തെ ചോദ്യം 10 മാർക്കിന്റെ ചോദ്യം. എവിടെ വെച്ച് എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിന്റെ രചന പൂർത്തിയാക്കിയത്? ഏഷ്യ മൈനറിൽ AD 95 എഫേസോസിൽ വെച്ച്. ചോദ്യം പൂർണ്ണമാക്കുക. യെസ്, ഫൈനലായിട്ട് നിങ്ങൾ ഉത്തരം പറയുക. AD 95 എഫേസോസിൽ വെച്ച്. AD 95 എഫേസോസിൽ വെച്ച്. ശ്രദ്ധിക്കുക, ഇനി ഇതുപോലുള്ള ആനുകൂല്യം നൽകുന്നതല്ല. കൃത്യമായ ഉത്തരം ആദ്യം തന്നെ പറയുക, രണ്ടാമത് പറയരുത്. നിങ്ങളുടെ ആ ചോദ്യം പൂർണ്ണമാകാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് അനുവദിക്കുന്നത്. ഒറ്റ വാക്കിന്റെ ചോദ്യമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയേനെ. AD 95 എഫേസോസിൽ വെച്ച് നിങ്ങൾക്ക് 10 പോയിന്റുകൾ ലഭിക്കും. രണ്ടാമത്തെ ചോദ്യം 15 മാർക്കിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ യെസ് പറയുന്നു, നോ പറയും. കിട്ടിയാൽ 15 മാർക്ക്. തെറ്റായ ഉത്തരമാണെങ്കിൽ 15 മാർക്കുകൾ നഷ്ടമാകും. യെസ് പറയുന്നു, പിന്നോട്ട് പോകുന്നില്ല. മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത്. ചോദ്യം: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി യന്ത്രം.
ദൈവകോപം അവന്റെ മേലുണ്ട്. ദൈവകോപം അവന്റെ മേൽ ഉണ്ട്. നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോയി. നിങ്ങൾക്ക് 15 മാർക്കുകൾ നഷ്ടമാകും. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഈ റൗണ്ടിൽ തന്നെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ് ഇതെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഈ റൗണ്ടിൽ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം പറയാമായിരുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുകയില്ല. കാരണം ക്വിസ് മത്സരം മനസ്സിന് ടെൻഷൻ നൽകുന്ന ഒരു മത്സരം കൂടിയാണ്. സാരമില്ല, 15 പോയിന്റുകൾ നഷ്ടമാകുന്നു. മത്സരം പൂർണ്ണമായിട്ടില്ല. ഇനിയും പോയിന്റുകൾ കുറയാനും കൂടാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഈ റൗണ്ടിൽ രണ്ടാമത്തെ ചോദ്യം ടീം ഗബ്രിയേലിനോടാണ്. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യഭാഗം സുവിശേഷത്തിൽ നിന്ന് തന്നെയാണ്. യെസ് പറയുന്നു, നോ പറയുന്നു. യെസ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളങ്ങളുടെ പുസ്തകം എവിടം മുതൽ എവിടം വരെ? ഒന്ന് മുതൽ 15 വരെ. 1 മുതൽ 15 വരെ എന്നാണ് നിങ്ങളുടെ ഉത്തരം. നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കും. ശരിയായ ഉത്തരം 1-ാം അധ്യായം 19-ാം വാക്യം മുതൽ 12-ാം അധ്യായം 50. ഇതാണ് ശരിയായ ഉത്തരം. നിങ്ങളെടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. പ്രൊസീഡ് ചെയ്യാനുള്ള തീരുമാനം ഇല്ല. 10 പോയിന്റ് നഷ്ടമായതിൽ ദുഃഖമുണ്ടോ? ഇല്ല. ദുഃഖമില്ല. ഇല്ല. യെസ്. ടീം മിഖായേൽ, നിങ്ങളോടാണ് അടുത്ത ചോദ്യം. ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ റൗണ്ടിൽ പങ്കെടുക്കുന്നു, പിൻവാങ്ങുന്നു? പോർഷൻ പറഞ്ഞില്ല. പോർഷൻ പറയണം. യെസ്, പോർഷൻ പറയുന്നു. സുവിശേഷങ്ങളിൽ നിന്ന് തന്നെ പ്രൊസീഡ് ചെയ്യും. 1-ാമത്തെ ചോദ്യം 10 മാർക്കിൻ്റെ. മഹത്വത്തിന്റെ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷത്തിൽ മഹത്വത്തിന്റെ പുസ്തകം എവിടെ മുതൽ എവിടെ വരെ? ാം അധ്യായം മുതൽ 21-ാം അധ്യായം വരെ. വാക്യങ്ങൾ പറയും. ടീം മിഖായേൽ, നിങ്ങളുടെ ഉത്തരം തെറ്റിയിരിക്കുന്നു. 10 പോയിന്റുകൾ നഷ്ടമാകും. തീരുമാനം തെറ്റായിപ്പോയി എന്ന് തോന്നുന്നു. ഇല്ല. 10 പോയിന്റുകളെ നഷ്ടമായിട്ടുള്ളൂ. മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പോയിന്റുകൾ നഷ്ടമാകുമായിരുന്നു. യെസ്, അങ്ങനെ ആശ്വസിക്കാം. മെഗാ ബോണസ് റൗണ്ട് എല്ലാ ടീമിനും പോയിന്റുകൾ നഷ്ടമാക്കിയിരിക്കുന്നു. ക്വിസ് മത്സരം ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ചില റൗണ്ടുകൾ എളുപ്പമുള്ളതാകും, ചില റൗണ്ടുകൾ ബുദ്ധിമുട്ടേറിയതാകും. ഇതൊക്കെ ഓരോ ക്വിസ് മത്സരത്തിലും വ്യത്യസ്തമായിരിക്കും. ഫൈനൽ സ്കോർ, ആരാണ് വിജയികൾ, ആരൊക്കെയാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നവർ, നമുക്കറിയേണ്ടതുണ്ട്. ജോസ്മിയിലേക്ക്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ശക്തമായ ഒരു പോരാട്ടം കൂടി ഇവിടെ അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് 120 പോയിന്റുമായി ടീം ഗബ്രിയേൽ. 2-ാം സ്ഥാനം 94 പോയിന്റുമായി ടീം മിഖായേൽ. ടീം റാഫേൽ 63 പോയിന്റുകൾ നേടിയിരിക്കുന്നു. മരിയാപുരം എടവകയിൽ നിന്നുള്ള ടീം ഗബ്രിയേൽ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ ഈ എപ്പിസോഡിൽ 1-2 തുഴപ്പാടുകൾ മുന്നിലെത്തി
1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. തൊട്ടു പിന്നിൽ തന്നെ തേക്കുംകുറ്റി ഇടവകയിൽ നിന്നുള്ള ടീം മിഖായേൽ 2ാം സ്ഥാനവും അതോടൊപ്പം തന്നെ അടുത്ത റൗണ്ടിലേക്കുള്ള ടിക്കറ്റും കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. ടീം റാഫേൽ ശക്തമായ മത്സരം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. മാങ്കാവ് ഇടവകയിൽ നിന്നുള്ള ടീം റാഫേൽ പരാജയം ഒരിക്കലും നിരാശപ്പെടുത്താനുള്ളതല്ല, വീണ്ടും മുന്നോട്ട് പോകാനായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കണം. പരാജയപ്പെട്ടാലും തോറ്റാലുമെല്ലാം പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ നിങ്ങൾ നേട്ടങ്ങൾ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. തിരുവചനം പഠിക്കുവാനും ചാലോം ടെലിവിഷനും താമരശ്ശേരിയിലെ മാതൃവേദിയും ചേർന്നുള്ള ഈ വചനത്തിൻ്റെ വിതയ്ക്കുന്ന ഉത്സവത്തിൽ നിങ്ങളും പങ്കാളികളായിരിക്കുന്നു. നിങ്ങളെയും ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൻ്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുന്നു. ലോകം മുഴുവനെയും നല്ല നിലമാക്കി മാറ്റുവാൻ, ആ നല്ല നിലത്ത് വിത്തുകൾ വിതയ്ക്കാൻ, എന്നിട്ടത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് ശാലോം ടെലിവിഷനോടൊപ്പം താമരശ്ശേരി രൂപതയിലെ മാതൃവേദിയും. വചനം പഠിച്ച് വചനം പങ്കുവയ്ക്കാൻ ക്വിസ് മത്സരത്തിൻ്റെ രൂപത്തിൽ അവരിതാ വന്നുകൊണ്ടിരിക്കുന്നു. ആവേശത്തോടെയാണ് വരുന്നത്. മത്സരം കഠിനമാണ്. ദുഃഖം ആർക്കുമില്ല. എല്ലാവരുടെയും സന്തോഷം വചനം പഠിച്ചതിലും വചനം പങ്കുവെച്ചതിലുമുള്ള സന്തോഷമാണ്. ഇപ്രകാരമുള്ള വചനം പങ്കുവെക്കുന്ന പുതിയ സംസ്കാരം, പുതിയ എപ്പിസോഡായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കേവർക്കും ഗുഡ് ബൈ. യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടുപോയി. യേശു അവരോട് പറഞ്ഞത് എന്ത്? ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശിമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു. എന്ത് മറുപടിയാണ് ശിമിയോൻ പത്രോസ് പറഞ്ഞത്? തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അവൻ പറഞ്ഞത് എന്ത്? ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ഒരു കൂട്ടായ്മയായി ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും വ്യക്തിപരമായും ചോദ്യങ്ങൾ ഷെയർ ചെയ്തും ഇൻ്റർനെറ്റിലൊക്കെ യൂട്യൂബിലൊക്കെ പഴയ ബൈബിൾ ക്വിസുകളൊക്കെ കണ്ടും പല വിധത്തിലുള്ള പരിശീലനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇതൊരു നല്ല സംരംഭമാണ്. അമ്മമാർക്ക് ബൈബിളിൽ നന്നായി പഠിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണ് താനും. പിന്നെ സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വിമൻ എംപവർമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതിനെ നമുക്ക് കാണുകയും ചെയ്യും.